കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കും എല്ലാ വർഷവും. ശരിക്കും ഈ ഓണത്തിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഓണം എന്ന് പറയുന്ന ഒരു വാക്ക് പഠിക്കുന്നത് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആയിരിക്കും. അല്ലാതെ വേറൊരു പാഠ്യ ഭാഗത്തും അത് കാണാനില്ല. അന്ന് ഓണത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞ് 10 സെൻറ്റൻസിൽ എഴുതാൻ പറയും. ടീച്ചർമാർ പറഞ്ഞു തരണതും നമ്മുടെ ചുറ്റും നടക്കുന്നതുമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ എഴുതും. ശരിക്കും പറഞ്ഞാൽ ഇതാരുടെ ജന്മദിനമാണ് നമ്മൾ ഈ തിരുവോണ നാളിൽ ആഘോഷിക്കുന്നത്, അതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഓണവും ശരിക്കും അന്ന് നടന്നിരുന്ന സംഭവമായിട്ടൊക്കെ വളരെ വ്യത്യാസമാണ്. ശരിക്കും ഈ തിരുവോണം ആഘോഷിക്കുന്നത് വാമനമൂർത്തിയുടെ ജന്മദിനമാണ്, അതാണ് തിരുവോണം. അപ്പോൾ മഹാബലിയുടെ ശരിക്കുള്ള പേര് ആർക്കും അറിയാമോ? ഇന്ദ്രസേനൻ എന്നായിരുന്നു രാജാവിൻ്റെ പേര്, ഇന്ദ്രസേനൻ. അദ്ദേഹം പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായിരുന്നു. ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായിരുന്നു. അപ്പോൾ കേരളമായിട്ട് മഹാബലിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ഈ യാഗം നടത്തിയെന്ന് പറയുന്ന നർമ്മദ നദി ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഈ യാഗം നടന്നതും 3 അടി മണ്ണ് ചോദിച്ച ആ സ്ഥലത്തെത്തിയതും. പക്ഷേ അന്ന് ആ ഒരു സൈഡ്, ഇന്ത്യയുടെ ഈ ഭാഗം, അതായത് ഈ ആന്ധ്ര, മഹാരാഷ്ട്ര, കേരളം അടങ്ങിയ ആ ഒരു വലിയൊരു മേഖലയായിരുന്നു, വലിയൊരു നാട്ടുരാജ്യം പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് ശരിക്കും പറയുന്നത് ഭാഗവത മഹാപുരാണത്തിലും വാമന പുരാണത്തിലും പറയുന്നുണ്ട്, അല്ലാതെ വേറെ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. പിന്നെ ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഇതായിട്ട് നമ്മുടെ കാലാകാലങ്ങളിൽ ആൾക്കാർ പറയുന്നതേ ഉള്ളൂ. ശരിക്കും അതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മഹാബലി ഇപ്പോൾ എവിടേക്കാണ് നമ്മൾ അയച്ചതെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പാതാളം എന്നാണ് പറയണത്. ശരിക്കും പാതാളമല്ല, സുതലമാണ്. സുതലം, സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. അത് ശരിക്കും അത്രത്തോളം ഒന്നും കൊച്ചുകുട്ടികളുടെ ഉള്ളിലേക്ക് പോവില്ല. അതുകൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത് ശരിക്കും SSCRTയുടെ ഒരു പുസ്തകം ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കരിക്കുലമൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ട ഒരു സംഭവമായിട്ടാണ് തന്നത്. അതാണ് നമ്മളിങ്ങനെ മഹാബലി കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞത്. കാണാൻ വരുമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയൊക്കെ ഉത്സവമാക്കി മാറ്റി നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഓരോ വർഷവും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2014-13 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ കുടവയർ വെച്ച ഒരാളിനെ ഒരു കാർട്ടൂൺ ഭാവത്തിൽ ഇറക്കി. അതിനുശേഷം എല്ലാ മഹാബലിക്കും വയറുണ്ട്. അപ്പോൾ അദ്ദേഹം ശരിക്കും ബലവാനായിരുന്നു, മഹാബലശാലിയായിരുന്നു. അതാണ് മഹാബലി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ശരിക്കുള്ള കഥ. നിങ്ങൾ എവിടെയെങ്കിലും ഇനി നിങ്ങൾ പറയാൻ പോകുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. വരും തലമുറയ്ക്ക് അതൊരു പാഠമായിരിക്കും. പിന്നെ ഇന്നത്തെ ഓണമൊക്കെ വളരെ വ്യത്യാസമാണ്. നമ്മുടെയൊക്കെ നാട്ടും പ്രദേശത്തുള്ള ഓണമൊക്കെ നല്ല 10 ദിവസം അവധി ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത്തമിടും. എല്ലാ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകും, സദ്യ. ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിലെ തിരുവോണത്തിലാണ് ഓണം തുടങ്ങുന്നത്. അതിനെ പിള്ളേർ ഓണം എന്ന് പറയും, കർക്കിടകത്തിലെ തിരുവോണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 28ാം ഓണമുണ്ട്. അപ്പോൾ ശരിക്കും ഓണത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഓണത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓണാശംസ.